ഇത് ശരിക്കും പറഞ്ഞാൽ ഇതുണ്ടല്ലോ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണെന്ന് പറയപ്പെടുന്നത്. അതെ, നമ്മൾ നേരെ കൊണ്ടുവന്ന് ഇതിലേക്ക് ഇടുകയാണ്. പിന്നീട് ഹായ് സുഹൃത്തുക്കളെ, ഞങ്ങളൊരു കാസർഗോഡ് യാത്ര നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഫിറോസ്ക്ക് ഓർമ്മപ്പെടുത്തുന്നത് ഇവിടുന്നല്ലേ നമ്മൾ തേൻ വാങ്ങിക്കാറ്, ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു ഫാം നമുക്കൊന്ന് കാണാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു ഫാം കാണാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഇടയ്ക്ക് വരാറുള്ളതാണ്, 2 വർഷമായിട്ട് നമ്മൾ ഇവരുടെ വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫിറോസ്ക്ക് ഇവിടുന്ന് സ്ഥിരമായിട്ട് 2 വർഷമായിട്ട് തേന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഇതാണ് ആ ഒരു ലോകം. അതെ, നമ്മളെ സാധാരണ വൻതേനീച്ചകളെ കൂടുതൽ ആളുകൾക്ക് അറിയുള്ളൂ. ഞാനിത് കണ്ടിട്ടില്ല ശരിക്കും. പണ്ട് കാലത്ത് നമ്മുടെ ഈ മീറ്റർ ബോക്സിലൊക്കെ ഉണ്ടായിരുന്ന സാധനം, അത് എന്താണ് സാധനം എന്ന് അറിയില്ല. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഇതായിരുന്നു നമ്മൾ ആട്ടിപ്പായ സാധനം എന്നുള്ളത്. ഇതുപോലെ ചെറുതേൻ വളർത്തുന്ന പറഞ്ഞാൽ ഇവിടെ വന്ന് വേറൊരു ലോകമാണ്. ഒരു വ്യക്തി വേറെ ഉണ്ടാവില്ല എന്ന് പറയാം. കാരണം അത്രമാത്രം തേനീച്ചകൾ ഇവിടെ വന്നപ്പോൾ എന്ത് തോന്നി, ഈ ഒരു ഫാം ഇതൊന്നിട്ടാ ഇതുപോലെ ഇനി വേറെ എടുക്കാണ്. എന്ത് തോന്നി? ശരിക്കും പറഞ്ഞ ഒരു അത്ഭുതമാണ് തോന്നിയത്. ഇങ്ങനെ ഒരു തേനീച്ചനെ പ്രണയിച്ച ഒരാള്. അപ്പൊ അദ്ദേഹത്തിന്റെ സ്റ്റോറി ഞാൻ 2 വർഷം മുന്നേ, 2 വർഷമായാലും ദിനേശ് നമ്മൾ തുടങ്ങിയിട്ട് ആണ്. അപ്പോൾ ദിനേശ് തേടി ഇങ്ങോട്ട് വന്നതാണ്. ഇതൊരു ഫാമാണെങ്കിൽ ഇതുപോലെ എത്ര ഫാമുകൾ ഉണ്ടെന്നോ എത്ര കോളനി ഉണ്ടെന്നൊക്കെ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 1000കണക്കിന് കോളനി എന്ന് പറയാം. അതിനായിട്ട് ഇപ്പോൾ 2 വർഷമായി നിൽക്കുകയാണ്. വീണ്ടും എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നതാണ്, മാറ്റങ്ങളൊന്നുമില്ല. ഞാൻ ചോദിച്ചേ, പല രൂപത്തിൽ ഇവിടെ ഇങ്ങനെ കോളനികൾ കാണാം. മരത്തിൻ്റെ ആ ഒരു ബോക്സിൽ അതുപോലെ പല രൂപത്തിൽ കാണാം. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിക്കായിരുന്നു, എന്തുകൊണ്ടാണ് ഈ ഒരു മണ്ണിൽ, അതായത് നമ്മുടെ മൺചട്ടി, ഫിറോസ്ക്ക് ഇങ്ങനെ മൺചട്ടിയിൽ കണ്ടിട്ടുണ്ടാവാം, കൃഷി ചെയ്യുന്ന കണ്ടിട്ടില്ലല്ലോ. ഇതിന്റെ മുന്നിൽ ഒരു കഥ ഉണ്ട്. കാരണം ഏതൊരു മനുഷ്യന്റെ വിജയത്തിന്റെ ബാക്കിൽ ഒരു കഥ ഉണ്ട് എന്ന് പറയും. ഇദ്ദേഹം ഇത് എത്രാമത്തെ വയസ്സിലാണ് തുടങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11ാമത്തെ വയസ്സിൽ തുടങ്ങി. 30 വർഷമായി കഴിഞ്ഞ 2 വർഷം മുന്നേ പറഞ്ഞു. ഇപ്പൊ എത്ര വർഷമായി? 30 വർഷമാണെങ്കിൽ 2 വർഷം 32 വർഷമായിട്ടുണ്ടാവും. അത് തന്നെ. അപ്പോൾ 32 വർഷമായിട്ട് ഈ ചെറു തേനീച്ചകളുടെ ബാക്കിലാണ്. ഇതിന്റെ ബാക്കിലത്തെ കഥ ഞാൻ പറയട്ടെ, എന്നോട് പറഞ്ഞതാ, ഇദ്ദേഹം തന്നെ പറയും. തിരിച്ചേട്ടാ, ചേച്ചി സുഖല്ലേ? ഉഷാറായിട്ട് പോണു? തേനൊക്കെ ഉഷാറായിട്ട് പോകുന്നില്ലേ? തേന് അങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങനെ കൊണ്ടുകൊണ്ടിരിക്കാൻ കേട്ടോ. അവിടെയൊക്കെ അതേ രൂപത്തിലാണ് എടുക്കുന്നത്. തേനീച്ച അയ്യോ ഒറ്റുന്നു കേട്ടോ. അപ്പൊ ഇതിന്റെ ബാക്കിലെ കഥ ഇതെന്താണ് ഈ ഒരു മൺചട്ടിയിൽ വെക്കാൻ കാരണം? ഇതിങ്ങനെ പൊക്കിയിട്ട് കുഴപ്പമില്ലല്ലോ, ഒരു കുഴപ്പമില്ല. അത്യാവശ്യം വെയിറ്റ് കേട്ടോ. ഇതോ ഇങ്ങനെ നിങ്ങൾ ആദ്യമായിട്ടും കണ്ടിട്ടുണ്ടാവുക. ഇതിന്റെ കഥ ഒന്ന് പറയോ? അതായത് നമ്മൾ ഒരു 5ാം ക്ലാസ് പഠിക്കുന്ന സമയത്തല്ലേ തുടങ്ങിയത്. ആ സമയത്ത് നമ്മുടെ കയ്യിൽ പൈസ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ, അതായത് പെട്ടെന്ന് കിട്ടുന്നേ, തൊട്ടടുത്ത വീടുകളിൽ നിന്നായാലും എവിടെ നിന്നായാലും ഈ ചട്ടിയും കലമെല്ലാം ഒഴിഞ്ഞിട്ടുണ്ടാവല്ലോ. അങ്ങനെ സംഘടിപ്പിച്ചിട്ട് അതുകൊണ്ടാണ് ഇവിടെ ചെറിയ മൺകുടങ്ങളിൽ വളർത്താൻ വേണ്ടി തുടങ്ങിയത്. ഇവിടെ ചിന്നിച്ചാണ് ഈ ചട്ടിക്ക്. അപ്പൊ പൊട്ടിയതിലൊക്കെ ഇങ്ങനെ ആദ്യം പരീക്ഷിക്കരുന്നു അല്ലേ? അതെ, ഇതിൽ നിന്നാണ് തുടക്കം. അതെ. ദിനേശേട്ടിന് പലരും ഈ തേനീച്ച വളർത്തുന്നുണ്ട്. ഇവിടെ ദിനേശേട്ടിന് പ്രാന്താന്നൊക്കെ പറഞ്ഞിട്ടാ. ഇപ്പൊ ഈ പ്രാന്താന്ന് പറഞ്ഞവര് പ്രാന്തായിട്ട് കിടക്കുന്നത് കണ്ടിട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതുണ്ടല്ലോ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണെന്ന് പറയപ്പെടുന്നത്. ഈ തേന് ഇത് കിട്ടാനുമില്ല ശരിക്കും. ഇത്രയും ഫ്രഷായിട്ടുള്ള അല്ലെങ്കിൽ ഇത്ര നല്ലത് വേറെ കിട്ടാനുമില്ല. അപ്പൊ നിങ്ങൾ വീഡിയോ ചെയ്തിട്ടാണ് ഞാനും വാങ്ങിക്കാൻ തുടങ്ങി. അതെ പറയാറുണ്ടല്ലോ എന്നോട്. അല്ല, ചെറുതേനീച്ചനെ കുറിച്ച് വീട്ടിലൊക്കെ പറയും, ചെറുതേനീച്ച കിട്ടുമെന്ന്. പക്ഷെ ആരെയും വിശ്വസിച്ച് വാങ്ങിക്കും. കാരണം വളരെ കുറഞ്ഞ സാധനമാണല്ലോ ഒരു വർഷത്തിൽ ഒരിക്കലാണത്. അപ്പൊ ഇതിന് അതിൻ്റെതായിട്ടുള്ള ഔഷധ ഗുണങ്ങളും, പിന്നെ ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആണ്, അതിൻ്റെതായിട്ടുള്ള ഔഷധ ഗുണങ്ങളും. ഇവിടെ വന്ന് ഞാൻ വെറുതെ വാങ്ങി കഴിക്കുന്നത് എനിക്ക് വിശ്വസിക്കണമല്ലോ. അതെ, അപ്പോ ഇതിന്റെ ഒരു സന്തോഷം എന്താണെന്ന് അറിയാമോ ദിനേശ് ചേട്ടാ? നമുക്ക് ഒന്ന് കഴിയുന്നേ 2 കൊല്ലമായിട്ട് നിങ്ങൾ കൊടുത്തോണ്ടിരിക്കുക. ഇത് ഇന്നേ വരെ ഒരാൾ ഫേക്കാണെന്നോ പ്രശ്നമാണെന്നോ പറഞ്ഞിട്ട് ഇതുവരെയായിട്ട് വന്നിട്ടില്ല എന്നാണ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ 2 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് കുറെ ആയിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്, വായിച്ച് നോക്കാന്നുള്ള രൂപത്തിൽ വായിക്കുന്നവർ ഇതിന് അഡിക്റ്റാവാണ്. വായിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന കാര്യമില്ല. ഇവിടെ ജോലിക്കാരില്ല. ഞാനിവിടെ വന്ന് മനസ്സിലായത് ജോലിക്കാരല്ല. ഇദ്ദേഹത്തിന്റെ ഭാര്യയാണ്, മക്കളാണ്, മോനാണ്. ഇവരാണിത് ഹാർവെസ്റ്റ് ചെയ്യണത്, ഇവരെടുക്കുന്നത്. എല്ലാം ഇവര് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ജോലിക്ക് വിട്ട ഒരാളെ ആ ഒരു പ്രവർത്തനത്തിന് പോലും നമുക്ക് മായം കലർത്താൻ പറ്റില്ല. ഇത് എത്ര വർഷമായിട്ടാവും? ഇത് ഒരുപാട് വർഷം. കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ എൻട്രൻസ് ഇല്ലേ, ഇതിന്റെ ഈ പ്രവേശന കവാടം കണ്ടാൽ നമുക്ക് മനസ്സിലായി ഇത് ഒരുപാട് വർഷമായി. ഒരുപാട് വർഷം കഴിയുന്തോറും ഇതിന്റെ ലെങ്ത് കൂടി നല്ല വലിപ്പുണ്ട് കേട്ടോ. ഒരു വിരലിന്റെ ആ ഒരു നീളം എന്ന് പറയില്ലേ, ഈ ചെറുതീനെ പല രൂപത്തിലും പല വിധത്തിലും ഉണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, എല്ലാവരും ഇത് വാങ്ങിക്കുന്നതാണെങ്കിൽ ചെറു പൂക്കളിൽ നിന്ന് പോലും ഇവർക്ക് തേൻ നുകരാൻ കഴിയും. അങ്ങനെ സൂചിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഔഷധ ഗുണങ്ങളാണ്. നമ്മൾ പറഞ്ഞിരുന്നു, വാങ്ങിച്ചവർ തന്നെ വീണ്ടും വീണ്ടും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു തേനാന്നുള്ളത് ആണ്. അല്ല, അപ്പൊ ഞാൻ ചോദിക്കട്ടെ ചേച്ചി, ശരിക്കും എന്തിനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിക്കുന്നത്? അതെങ്ങനെ കഴിക്കുക ശരിക്കും? പിഴിഞ്ഞിട്ട് അങ്ങനെ കഴിക്കലാണ്.
ഇതിപ്പോ ശരിക്കും ഒരു വരുമാന മാർഗമാക്കണം എന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയെന്നല്ലേ ദിനേശ് ചേട്ടാ അല്ലേ? അങ്ങനെ തുടങ്ങിയതൊന്നുമല്ല ഒരു രസത്തിന് വേണ്ടി തുടങ്ങി. ആണല്ലേ? ഇവരെ ശ്രദ്ധിക്കണം, ഇവിടെ മാറാല കെട്ടല് ഇതൊക്കെ അല്ല ഇതിന്റെ ബാക്കിൽ തന്നെയാണ് വിനേശനെ വിളിച്ചു കിട്ടില്ലല്ലോ. അങ്ങനെ സംഭവം ഉണ്ട്. ഇപ്പൊ ആവശ്യക്കാർ തന്നെ വാട്സപ്പ് മെസ്സേജ് അയക്കുക ചെയ്യാം. അപ്പോൾ അതിന് മെസ്സേജ് ഇങ്ങനെ കൊടുക്കുന്നു. അല്ലാണ്ട് കൂടുതലും ഈ ഒരു ഫാമുകളുണ്ടാവും അല്ലേ? മീറ്റർ ബോക്സ് എടുക്കാനും പോലെ ആ മീറ്റർ ബോക്സ് അങ്ങനെയായിട്ട് ഏറ്റവും കൂടുതൽ കോളേജിൽ വന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ നമ്മൾ കളക്ട് ചെയ്തത് മീറ്റർ ബോക്സ് തന്നെയാണ്. ശബ്ദം കേൾക്കുന്നുണ്ടാവും. അത്ര അതെ 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 അതെ. അപ്പൊ നമ്മളിതാ തുറന്നതാ ഈ രൂപത്തിലിട്ടാ. എന്താ അവരുടെ പണി. ഓ നിർമ്മാണം സംഭവം ഈ ഒരു അടിപൊളി. അതിന്റെ മുകളിൽ നോക്കിയേ, ഇതൊക്കെ ശരിക്കും മെഴുക് മരത്തിന്റെ ആ ഒരു പശയൊക്കെ അല്ലേ ഈ ഒരു മെഴുക് എന്ന് പറയുന്നത് അല്ലേ? ഈ ഒട്ടിച്ച് വെക്കുന്ന മരത്തിലല്ല നമുക്കറിയാം. ഈ തേൻ ശേഖരിച്ച് വെക്കുന്ന അറിയില്ലേ? അതായത് ശരീരത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ആണല്ലേ? ഇതെല്ലാം കംപ്ലീറ്റ് തേനാണ്. ഫുള്ള് തേനാണ്. നല്ല വെയിറ്റ് ഉണ്ട്. ഇത് ശരിക്കും ഇതിന്റെ മുട്ടകളാണ് അല്ലേ? അതായത് വിരിയാൻ പോകുന്ന കുഞ്ഞുങ്ങള് ആണ്. അതായത് റാണി ഇട്ടുകൊണ്ടിരിക്കുന്ന മുട്ട ഇതിനെ അകത്തായുള്ളത്. കാണാൻ തന്നെ അല്ലേ ഭംഗിയല്ലേ? ഇപ്പൊ ഇത് കാണുന്ന ഇതിങ്ങനെ ഒരുക്കുമ്പോണ്ടല്ലോ നാവിന്ന് വെള്ളം ഒഴിക്കാം. നാവിന്നല്ല വായന താഴേക്കിന് വരണു. ഓക്കെ, ഇത് അടുത്തൊരറിയും അത്യാവശ്യം ഉണ്ട് അല്ലേ? ഒരൊറ്റ കോളനിയിൽ നിന്ന് എത്ര കിലോ വരെ കിട്ടും ശരിക്കും? നമുക്ക് നല്ല സ്ട്രെങ്ത് കോളനി ആണെങ്കിൽ നല്ല തേൻ ഉണ്ടാകുന്ന സ്ഥലമാണെങ്കിൽ ഏകദേശം 1 കിലോ വരെ കിട്ടാറുണ്ടല്ലേ? ഇത് വലിയ തേന് പലരും ഇങ്ങനെ അറയോട് കൂടിയിട്ട് കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ ഈ ഒരു ചെറിയ തേന് ഇത് കിട്ടാൻ കുറച്ച് പണിയാണ്. അല്ല, ഇത് ആൾക്കാര് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാല് ഇതൊരു കുറച്ച് ചൂട് ഇല്ല കാലാവസ്ഥയില്ലേ, ആ സമയത്ത് അതായത് ഈ അറ ഉരുവും, തേൻ വേറെ നിൽക്കും. നമുക്ക് പലരും ചോദിക്കാറുണ്ട് കാണാൻ അവർക്ക് ഇഷ്ടപ്പെടില്ല അത് കഴിക്കുമ്പോ. അപ്പൊ കയ്യിലേക്ക് ഇങ്ങോട്ട് പിടിച്ചതാ വരുന്നുട്ടാ. അടുത്ത പീസും വന്നു. അങ്ങോട്ടേക്ക് ഇത് താഴേത് ഊരിയതൊന്ന് കാണിക്കട്ടോ. ആണ്ടാ അതാ താഴേക്ക് കൂടെ നോക്കിയേ, അടിപൊളി. ഇങ്ങനെ താഴേക്ക് വരുന്നുണ്ട്. ഇനി ഇത് ശേഖരിച്ച് വെച്ച ഒരു സ്ഥലമുണ്ട്, അവിടെ വന്ന് വീണ്ടും കിളി പോവും. കാണാം നമുക്ക്. അപ്പൊ നമ്മുടെ ദിനേശന്റെ വീട്ടിൽ കണ്ട് കയറാണ്. കയറുമ്പോൾ പ്രത്യേകത ഉണ്ട്, എൻട്രൻസിൽ തന്നെ മരക്കുറ്റികൾ ഇരിക്കുകയാണ്. ഈ മരക്കുറ്റിയിലൊക്കെ തേനീച്ചനെ കേട്ടോ. അതായത് ഇനിയിപ്പോ എവിടെ സ്ഥലമില്ല എന്ന് പറഞ്ഞ രൂപത്തിൽ മുറ്റത്തും അല്ലെങ്കിൽ വീടിന്റെ ഉള്ളിലടക്കുന്നുണ്ട്. വീടിന്റെ ഉള്ളിലടക്കം കയറ്റി വെച്ചിട്ടുണ്ട് ജനലില്. ഇതാണ്ടാ ഇത് ഈ കുറ്റിയില്. അതുപോലെ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് ഈ കുറ്റിയില് സുഖല്ലേ? സുഖമായിട്ട് പോണല്ലോ അല്ലേ? ഓക്കെ, അങ്ങോട്ടേക്ക് ഈ കുറ്റിയില്. ഇതെങ്ങനെ ഇതിന്റെ ഉള്ളിലേക്ക് ആവുന്നത്? ഇത് നമ്മൾ ഈ മരം മുറിക്കുന്നവരില്ലേ, അവരിങ്ങനെ തേനീച്ച കോളനി കണ്ടു കഴിഞ്ഞാൽ നമ്മളെ വിളിച്ചിട്ട് നമ്മൾ അവിടെ എടുത്തുകൊണ്ടിരുന്നു. അപ്പൊ ആ 2 ഭാഗം കട്ട് ചെയ്തിട്ട് അതിനോട് കൊണ്ടുവരും. ഇപ്പൊ ഇതിന്റെ ഉള്ളിലുള്ളത് ഇനിയിപ്പോ ഇത് എടുക്കണമെങ്കിൽ ഇത് കട്ട് ചെയ്യും, സെന്റർ കട്ട് ചെയ്യും. അപ്പുറത്ത് ചെറിയൊരു ഷെഡ് കാണാം. അവിടെയും ഇതുപോലെ തന്നെ പല കോളനികളും അതുപോലെ മരക്കുറ്റികളൊക്കെ ഉണ്ട്. ഇതൊക്കെ അതേമാതിരി വെച്ചിട്ടില്ല. നമ്മൾ തേൻ എടുക്കുന്നത് കണ്ടു. ഇനി ഇത് ശേഖരിച്ച് വെച്ച സ്ഥലം നമ്മൾ കാണണമെന്ന് പറഞ്ഞു. അതാണിത്. അതായത് ഒന്ന് കാണിച്ചിട്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ കൊണ്ടുവന്ന ആ തേനിതാ അവര് നേരെ ഇതിലേക്ക് ഇടുന്നു, ഈ ഒരു പാത്രത്തിലേക്ക്. അറയോട് കൂടി ഇതിലേക്ക് ഇടാണ്ട് ദിനേശേട്ടാ. ഇത്ര കൂടുതൽ കാണാൻ കഴിയില്ല എന്ന് തന്നെ പറയാം. നമ്മൾ നേരെ കൊണ്ടുവന്ന് ഇതിലേക്ക് ഇടുകയാണ്. പിന്നീട് ഇതിന് അറയോട് കൂടിയുള്ള തേനില്ലേ, അത് വെയിലത്ത് വെച്ച് ഉരുക്കിയെടുക്കും. അതായത് നെറ്റിലിടും, അതിന് താഴെ ഒരു പാത്രം വെക്കും. അപ്പൊ നല്ല സൂര്യപ്രകാശം അടിക്കുന്ന സമയത്ത് മെഴുകുരുക്കും. അപ്പൊ തേനെല്ലാം ഫിൽട്ടർ ചെയ്ത് താഴേക്ക് വരും. ഫിറോസ് ഇതേമാതിരി ഇവർ അരിക്കാൻ വേണ്ടി എടുക്കട്ടെ. അത് ഇവിടെ കൊടുത്ത് വെക്കും. ഇതിങ്ങനെ എത്ര എടുത്ത് വെച്ചാലും ഇതേമാതിരി കേടുവരുന്നില്ലോ. എത്ര വർഷം കഴിഞ്ഞാലും ഒന്നും സംഭവിക്കില്ല അല്ലേ? ഓക്കെ. പിന്നെ ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇത് വാങ്ങിക്കാൻ കാരണം എന്താ പറയുക ഫിറോസ്, ഇത് പൂമ്പൊടിയോട് കൂടിയിട്ടാണ് ഇവർ കൊടുക്കുന്നത്. കാരണം വേറെ ആരും അങ്ങനെ കൊടുക്കുന്നില്ല, കിട്ടൂല. കാരണം ഇത്രമാത്രം ചെറുതേൻ വളർത്തുന്ന ആരും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെങ്ങനെയാണ് ഇതിൽ പൂമ്പൊടി ഉണ്ട് എന്ന് പറയുന്നത്? ഈ കാണാൻ പൂമ്പൊടി അല്ലേ? മഞ്ഞ കളറ് നമ്മളിപ്പോ നേരത്തെ എടുത്താൽ അങ്ങനെ പൂമ്പൊടി കണ്ടിട്ടില്ലല്ലോ. പക്ഷെ ചില തേൻ അറിയാന്ന് വെച്ചാല് ഇടക്കിടക്ക് പൂമ്പൊടി ഉണ്ടാവും. അങ്ങനെ ഇല്ലതാണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്നതില്ലേ. പക്ഷെ ഇത് മേലെ ഒരു ലെയറായി നിൽക്കും, തെളിഞ്ഞ തേൻ അടിയിലുണ്ടാവും. ഓ അത് ശരി, അത് ശരി. മുകളിൽ നിൽക്കുന്നതൊക്കെ പൂമ്പൊടിയാണോ? വീട്ടിലേക്ക് വരാറില്ല കുറിയർ ഇതാ സാധനം ആണ്. ഓക്കെ. പിന്നെ ഫിറോസ് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്.
ഈ ചെറുതെന്ന് പറയുന്നത് നിങ്ങൾ ഓൺലൈനിൽ വേറെ എവിടെ അന്വേഷിച്ചാലും 3000-ന്റെ മുകളിലാണ് ഇപ്പോൾ കേരളത്തിലെ റേറ്റ് എന്നുള്ളത്. 2 കൊല്ലം മുന്നേ ഇവർ കൊടുക്കുന്നത് 2400 ഞാൻ ഇപ്പോൾ വന്നപ്പോൾ ചോദിച്ചിരുന്നു അങ്ങനെ തന്നെ. അതെ 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 അതെ. അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചിരുന്നു ഇപ്പോൾ റേറ്റ് അങ്ങനെ തന്നെയാണോ എന്ന്. അങ്ങനെ തന്നെയാണോ? ആണ്. 2 വർഷം മുന്നേ ഇതേ സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ വീഡിയോ ഉണ്ടായിരുന്നത്. ഇപ്പോൾ 2400 1 കിലോ കൊടുക്കുന്നത്. അര കിലോ 1250. അതുപോലെ തന്നെ 250 ഗ്രാമും ഉണ്ട്. ഇതിന്റെ റേറ്റ് 650. എന്തായാലും ഇവരുടെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാരൊക്കെ മെസ്സേജ് അയക്കുക. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കട്ടെ അല്ലേ? അപ്പോൾ സുഹൃത്തുക്കൾ നമ്മുടെ തേന് കുടിക്കട്ടെ. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ 2 വർഷമായിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ വരുമ്പോഴൊക്കെ ഞാൻ ഇവിടെ വരാറുണ്ട്, തേന് വാങ്ങിച്ചിട്ട് പോകാറുണ്ട്. അതുപോലെ നിങ്ങളുടെ കയ്യിൽ എത്തിക്കാറുണ്ട്. വാങ്ങിച്ചിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സംശയം തോന്നിയെങ്കിൽ നിങ്ങളിപ്പോൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും സുഹൃത്തുക്കൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. കൊണ്ടുപോകണോ?